സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിൽ, ഡിവൈഎഫ്ഐയുടെ വെസ്റ്റ് മേഖലാ ജോയിന്റ് സെക്രട്ടറി നന്ദുലാൽ, പി ഷൈജൽ, ഫെബീഷ് മുഹമ്മദ്, ഹാരിഷ് കളത്തിങ്കൽ, ഫൈജാസ്, ഈ പേരുകളൊക്കെ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയാന്നേ. അങ്ങീ പറയുന്ന ആഗോളവൽക്കരണക്കാടോ മാറ്റിവെക്കൂ കുറച്ചു കാലം. ഒന്ന് കേൾക്കൂ മിസ്റ്റർ, എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത? ഇതെന്താ ഇത് റേഡിയോ ആണോ? താങ്കൾ പറയുമ്പോ മറുപടി പറയുമ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ വരുന്നത്? ഒന്ന് കേൾക്കൂ. റേഡിയോ ആണോ? താങ്കൾ പറയുമ്പോ മറുപടി പറയുമ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ വരുന്നത്? ഒന്ന് കേൾക്കൂ. ഡയറി കിട്ടി, താങ്കൾ ചോദിച്ചല്ലോ. ആ ഡയറിക്ക് എന്താ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? എന്റെ ഓരോ വാക്കിനും താങ്കൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയാൽ ഞാൻ പിൻവലിക്കില്ല. ഒച്ചപ്പാട് എന്ന വാക്കല്ല ഉപയോഗിച്ചത്. അങ്ങ് പറഞ്ഞ വാക്ക് പിൻവലിക്കൂ. അല്ല, ഞാനൊരു പിൻവലിക്കില്ല. അവതാരകയോട് കുറയ്ക്കുക എന്ന് പറയുന്ന സിപിഎമ്മിന്റെ നിലപാടാണോ അങ്ങ് ഈ പറഞ്ഞത്? അതോ അങ്ങയുടെ ഭാഗത്തു വന്ന പിഴവാണോ? അങ്ങേക്ക് ഇപ്പൊ തിരുത്താം. കുറയ്ക്കുക എന്ന പ്രയോഗം ഒരു വനിതാ ആങ്കറിനോട് അങ്ങ് ഉപയോഗിക്കുന്ന പ്രയോഗം, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേക്ക് ആ വാചകത്തിന് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അങ്ങ് പറയും. കുറയ്ക്കുക എന്ന പ്രയോഗം തെറ്റാണോ ശരിയാണോ? അല്ലല്ല, ഒറ്റ മിനിറ്റ്. എന്റെ ഓരോ വാചകത്തിനും എന്റെ ഓരോ വാക്കിലും തടസ്സപ്പെടുത്തി താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗത്തിനെ അത്തരത്തിലൊരു വാക്കല്ലാതെ വിശേഷിപ്പിക്കാൻ ശരി. അങ്ങനെയെങ്കിൽ അങ്ങേക്ക് ചർച്ചയിൽ തുടരേണ്ടതില്ല. ഇല്ല, കുറയ്ക്കൽ എന്ന പ്രയോഗം നടത്തിയ ഒരാളുമായിട്ട് എനിക്ക് ചർച്ചയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങേക്ക് വരിക. അങ്ങേക്ക് ഉത്തരവില്ല. ആഗോളവൽക്കരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന റെയ്ഡിന് അങ്ങ് മറുപടി പറയാതെ അങ്ങ് പോവുകയാണ്. അങ്ങ് ഇവിടെ നടത്തിയിരിക്കുന്നത് വളരെ മോശം പ്രയോഗമാണ്. അങ്ങേക്ക് അത് പിൻവലിക്കാനാവില്ല. അന്തസ്സില്ലാത്ത പ്രയോഗമാണ് നടത്തിയത്. അന്തസ്സില്ലാത്ത പ്രയോഗം നടത്തിയത് പിൻവലിക്കാൻ അങ്ങേക്ക് അവസരം നൽകിയിട്ട് അങ്ങ് ചെയ്തില്ല. എന്റെ ശൈലിക്ക് ഒരു കുഴപ്പമില്ല. ഞാനെന്റെ ചോദ്യം ചോദിക്കും. അങ്ങേക്ക് ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കൊന്നും ചെയ്യാനില്ല.